മാർച്ച് 2 ശനിയാഴ്ച. ലൂക്ക 15 1 മുതൽ 3 വരെയും 11 മുതൽ 32 വരെയും വാക്യങ്ങൾ. ഫരിസേയർ യേശുവിനെ വിമർശിക്കുന്നത് നമുക്ക് സുവിശേഷത്തിൽ ഉടനീളം കാണാം. യേശു പാപികളെ സ്വാഗതം ചെയ്യുക മാത്രമല്ല, അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു എന്ന കാര്യത്തിൽ ഇന്ന് അവർ വളരെ അസ്വസ്ഥരും രോഷാകുലരുമാണ്. ഇയാൾക്ക് ഇത് ചെയ്യാൻ എങ്ങനെ ധൈര്യമുണ്ട്? എന്നത്തെയും പോലെ ഫരിസേയരുടെ മനസ്സും ഹൃദയവും വായിക്കാൻ യേശുവിന് സാധിച്ചു. അവർ പറയാത്ത വിമർശനങ്ങളോട് ഒരു ഉപമയിലൂടെ യേശു പ്രതികരിക്കുന്നു. ഇന്നത്തെ ഉപമ ധൂർത്തപുത്രൻ്റെ ഉപമയാണ്. കഥയിലെ പിതാവിന് 2 ആൺമക്കളുണ്ടെന്ന് നമുക്കറിയാം. ഇളയ മകൻ പിതാവിനോട് അനന്തരാവകാശം ചോദിക്കുകയും പിതാവ് അവൻ്റെ അഭ്യർത്ഥന അംഗീകരിക്കുകയും ചെയ്യുന്നു. തനിക്കുള്ളതെല്ലാം വിഭജിച്ച് 2ാമത്തെ മകന് അവൻ്റെ ന്യായമായ വിഹിതം നൽകുന്നു. ഈ മകൻ ഉടൻ തന്നെ തൻ്റെ അവകാശം എടുത്തുകൊണ്ട് പോകുന്നു. പിന്നീട് അവൻ അലഞ്ഞു തിരിയുകയാണ്. എന്നിരുന്നാലും തൻ്റെ യാത്രയുടെ പ്രക്രിയയിൽ അവൻ തൻ്റെ മുഴുവൻ അനന്തരാവകാശവും ചെലവഴിക്കുന്നു. കുറഞ്ഞത് 3 പാപങ്ങളെങ്കിലും അവൻ ചെയ്തു. ഒന്ന്, തൻ്റെ അനന്തരാവകാശം നൽകണമെന്നാവശ്യപ്പെട്ട് സ്വന്തം പിതാവിനെ അപമാനിച്ചു. സാധാരണഗതിയിൽ പിതാവ് തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷമോ ആണ് അനന്തരാവകാശം വിതരണം ചെയ്യുന്നത്. രണ്ടാമതായി, അവൻ കുടുംബത്തിൽ നിന്ന് മാറി തനിക്ക് കിട്ടിയ ഓഹരിയെല്ലാം പാഴാക്കി. അനന്തരാവകാശം ഒരു സമ്മാനമാണ്, അത് ഒരാൾ നേടുന്നതല്ല. ചില സംസ്കാരങ്ങളിൽ ഒരു അനന്തരാവകാശം അടുത്ത തലമുറയ്ക്ക് കൈമാറണം. മൂന്നാമതായി, മദ്യപാനം, ലൈംഗികമായ പ്രവർത്തനങ്ങൾ തുടങ്ങിയ പാപങ്ങളിൽ അവൻ ഏർപ്പെട്ടു. പന്നി വളർത്തുന്ന ജോലിക്ക് അവൻ പോകാൻ തയ്യാറായി എന്നത് അയാളുടെ ഏറ്റവും താഴ്ന്ന അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. വളരെ വൃത്തികെട്ട ഒരു മൃഗമായിട്ടാണ് പന്നിയെ കണക്കാക്കിയിരുന്നത്. പണം പാഴാക്കുന്നതിൻ്റെ നേരിട്ടുള്ള ഫലമാണ് ദാരിദ്ര്യം. ഈ കഥയിൽ ജ്യേഷ്ഠൻ അച്ഛനോട് ദേഷ്യപ്പെടുന്നത് നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കും. എല്ലാത്തിനുമുപരി അവൻ നല്ലതും അനുസരണയുള്ളതുമായ ഒരു മകനായിരുന്നു. എന്നിരുന്നാലും പിതാവിൻ്റെ തീരുമാനത്തെ മാനിക്കുകയും സ്വന്തം സഹോദരനെ തിരികെ സ്വീകരിക്കുകയും ചെയ്യേണ്ടിയിരുന്നു അവൻ. ഈ ഉപമയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചില പ്രധാന പാഠങ്ങൾ ഇവയൊക്കെയാണ്. ഒന്ന്, നാം ഒരിക്കലും നമ്മുടെ കുടുംബത്തെ, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളെ നിസ്സാരമായി കാണരുത്. ആവശ്യ സമയത്ത് നാം അവരിലേക്കാണ് തിരിയുന്നത്. 2, നാം എത്ര താഴ്ന്ന നിലയിലായിരുന്നാലും സ്വർഗത്തിലുള്ള നമ്മുടെ പിതാവായ ദൈവം നമ്മെ സ്വാഗതം ചെയ്യാനും ക്ഷമിക്കാനും എപ്പോഴും തയ്യാറാണെന്ന് നാം ഓർക്കണം. 3, ദൈവം തന്നിൽ നിന്ന് വിട്ടുപോകുന്നതിൽ നിന്ന് ആരെയും തടയുന്നില്ല. തീരുമാനങ്ങൾ എടുക്കാവുന്ന പ്രക്രിയയെ അവിടുന്ന് മാനിക്കുന്നു. മൂത്ത മകനിൽ നിന്ന് ഇളയ മകന് വിശ്വസ്തതയെക്കുറിച്ച് പഠിക്കാൻ കഴിയും. അതുപോലെ മൂത്ത മകന് ക്ഷമയും വിനയവും സ്വീകാര്യതയും പഠിക്കാൻ കഴിയും. സഹോദരങ്ങൾക്ക് പരസ്പരം ആവശ്യമുണ്ട്. അതുകൊണ്ട് അവർ ഐക്യത്തോടെ ജീവിക്കേണ്ടതാണ്.
പ്രിയപ്പെട്ടവരെ, ഈ ധൂർത്തപുത്രൻ്റെ മാതൃക നമുക്ക് നല്ല ഒരു മാതൃകയായിട്ട് കാണാം. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മളും ദൈവത്തിൻ്റെ ഭവനം വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ വഴിതെറ്റിപ്പോയിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്കുള്ള എല്ലാം നമ്മൾ പാഴാക്കിയിരിക്കാം. എത്ര കാലം നാം ദൈവത്തിൽ നിന്ന് അകലം പാലിച്ചു? ദൈവം ഒരിക്കലും നമ്മോട് ക്ഷമിക്കുകയില്ലെന്ന് നാം ഭയപ്പെട്ടിരുന്നു. ഒരുപക്ഷെ ക്ഷമിക്കപ്പെടാൻ നമ്മൾ അർഹരല്ല എന്ന് കരുതിയിട്ടുണ്ടോ? നമ്മുടെ സംശയങ്ങൾക്കിടയിലും ദൈവം എപ്പോഴും നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ തിരിച്ചുവരവിനു വേണ്ടി. നമ്മെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ആ ദൈവത്തിൽ നിന്ന് ഒരിക്കലും അകലാതിരിക്കാൻ ശ്രമിക്കാം. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.